നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 2, 2025 വെള്ളി. പ്രധാനപ്പെട്ട ബാങ്കുകളുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് മാത്രമല്ല, പ്രധാനപ്പെട്ട മറ്റ് കമ്പനികളുടെ ഓട്ടോ സെയിൽസ് ഡാറ്റ എന്നിവയെക്കുറിച്ച് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിലെ സ്റ്റോക്കിംഗ് ന്യൂസുകളിൽ പരിശോധിക്കാം. ന്യൂ ഇയറിനോടനുബന്ധിച്ചുള്ള ഹോളിഡേ മൂലം ഗ്ലോബൽ മാർക്കറ്റിൽ ഒട്ടുമിക്ക മാർക്കറ്റുകൾക്കും അവധിയായിരുന്നതിനാൽ തന്നെ വോളിയത്തിലുണ്ടായ കുറവ് മൂലവും ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റിൽ കണ്ട കാരണങ്ങൾ മൂലവും ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് സെക്ഷനു ശേഷം ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇന്നലെ നിഫ്റ്റിക്ക് സാധിക്കുകയുണ്ടായി. എങ്കിലും ഈ വർഷത്തെ പോസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 3228.60 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആകെ 1525.89 കോടി രൂപയ്ക്ക് ബൈയിങ്ങും നടത്തുകയുണ്ടായുള്ളൂ. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം ഇന്നലെ നമ്മൾ കണ്ട പോലെ തന്നെ 26,200 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ തുടർന്ന് നിലവിലെ റെക്കോർഡ് ഹൈയും ഭേദിച്ചുകൊണ്ട് 26,350, 26,400 എന്നീ ലെവലുകൾ താണ്ടുവാൻ നിഫ്റ്റിയെ കൊണ്ട് സാധിക്കൂ. അതേസമയം 26,050 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാറിയേക്കാം. തുടർന്ന് 26,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ സപ്പോർട്ടും. അതേസമയം 25,880 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യൽ ആയതിനാൽ തന്നെ ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. സഫായ ഫുഡ്സ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇന്നലെ വൈകുന്നേരം പുതിയ പ്രഖ്യാപനം വരികയുണ്ടായി. ദേവയാനി ഇന്റർനാഷണലുമായിട്ടുള്ള ലയനത്തിന് കമ്പനി പദ്ധതി ഇടുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് വരികയും ഉണ്ടായത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ ഒരു ഡെവലപ്മെന്റ്സുകൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നും ഇന്ന് പ്രധാനപ്പെട്ട ഒത്തിരിയേറെ മാക്രോ ഇക്കണോമിക് ഡേറ്റകൾ അവയുടെ റിലീസുമായിട്ട് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. രാവിലെ 10:00 ഡിസംബർ മാസത്തെ HSBC മാനുഫാക്ചറിംഗ് PMI ഫൈനൽ ഡേറ്റയുടെ റിലീസുണ്ട്. പിന്നീട് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 5 ഡിസംബർ മാസത്തിൽ തന്നെ ബാങ്ക് ലോൺ ഗ്രോത്തിന്റെയും ഡിപ്പോസിറ്റ് ഗ്രോത്തിന്റെയും ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഡേറ്റയുടെ റിലീസ് നടക്കാനിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ ഡേറ്റയും റിലീസ് ചെയ്യപ്പെടും. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ US മാർക്കറ്റിൽ അവധിയായിരുന്നു. എങ്കിലും ഡോ ജോൺസ് ഫ്യൂച്ചർ 127 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകൾക്ക് അവധിയായിരുന്നതിനാൽ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഇന്നലെ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ട്രേഡ് ചെയ്യപ്പെടുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഓപ്പണിംഗ് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വില 0.5% ഉയർന്നിട്ടുമുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $60.91 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $57.47 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിന്റെ വില $4,395.74 പെർ ഔൺസ് എന്ന നിലയിലേക്കായിട്ടും എത്തിച്ചേർന്നു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.12 എന്ന നിലയിലും മാക്സ് പെയിൻ 26,150 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ നടന്ന റേഞ്ച് ബൗണ്ട് ട്രേഡിങ്ങിനെ സൂചിപ്പിച്ചുകൊണ്ട് മൈനർ ഷാഡോസോട് കൂടിയിട്ടുള്ള സ്മോൾ ബോഡിഡ് ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. എങ്കിലും RSIയിലും ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. 56.65 എന്ന ലെവലിലേക്കും RSI എത്തിച്ചേർന്നു. മാത്രമല്ല എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും കാണുവാനായിട്ട് സാധിക്കുക. 26,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,150 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.1 എന്ന നിലയിലും മാക്സ് പെയിൻ 59,500 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു.
ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ നിഫ്റ്റിയുടേതുപോലെ തന്നെ റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആയിരുന്നു ദൃശ്യമായിരുന്നതും. തൽഫലമായി സ്മോൾ ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നേട്ടത്തോടുകൂടെ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. തൽഫലമായി RSIയും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 61.95 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മാത്രമല്ല എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 59,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുക. 59,500 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. 60,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് Q3 ബിസിനസ് അപ്ഡേറ്റിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ ബിസിനസ്സിൽ 11.84% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ ഡിപ്പോസിറ്റ്സിൽ 9.27% ഉയർച്ചയും രേഖപ്പെടുത്തി. മൊത്ത വായ്പകൾ 15.25% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. സൗത്ത് ഇന്ത്യൻ ബാങ്ക് Q3 ഇയർ ഓൺ ഇയർ ബേസിസിൽ ഗ്രോസ് അഡ്വാൻസിൽ 11.27% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ ടോട്ടൽ ഡിപ്പോസിറ്റ്സിലും 12.17% വളർച്ച രേഖപ്പെടുത്തി. ഇന്ത്യൻ ബാങ്ക് ടോട്ടൽ ബിസിനസ്സിൽ 13.4% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ ഗ്രോസ് അഡ്വാൻസിൽ 14.5% ഉയർച്ചയും രേഖപ്പെടുത്തി. ടോട്ടൽ ഡിപ്പോസിറ്റ്സിലും 12.5% വർധനവ് റിപ്പോർട്ട് ചെയ്തു. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ഡിസംബർ മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റയിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ ടോട്ടൽ സെയിൽസിൽ 6.6% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ എക്സ്പോർട്സിൽ 26% കുതിച്ചുചാട്ടവും നടത്തുകയുണ്ടായി. ഹീറോ മോട്ടോർ കോർപ്പ് ടോട്ടൽ സെയിൽസിൽ 40% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ ഡൊമസ്റ്റിക് സെയിൽസിൽ 42% വളർച്ചയും എക്സ്പോർട്സിൽ 21% വർധനവും രേഖപ്പെടുത്തി. TVS മോട്ടോർ കമ്പനി ടോട്ടൽ സെയിൽസിൽ 50% കുതിച്ചുചാട്ടം നടത്തിയപ്പോൾ ടു വീലർ സെയിൽസിൽ 48% വർധനവും രേഖപ്പെടുത്തി. ഇലക്ട്രിക് വെഹിക്കിളിന്റെ സെയിൽസിൽ 77% വർധനവും 3 വീലർ സെയിൽസിൽ 110% വളർച്ചയും രേഖപ്പെടുത്തി. ഇന്റർനാഷണൽ സെയിൽസിൽ അതേസമയം 40% വളർച്ചയും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആസാം ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സൊസൈറ്റിയിൽ നിന്ന് കമ്പനിക്ക് 56.17 കോടി രൂപയുടെ ഓർഡർ ലഭിക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.